നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 മാസങ്ങളിലെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പല പ്രായത്തിലുള്ള ദമ്പതികൾ ദാമ്പത്യ അവിശ്വസ്തതയുടെ കനവും പേറി വിളിക്കുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക എന്നതാണ്. ഇതിനൊരു ഏജ് ഗ്രൂപ്പ് ഇല്ല എന്നതാണ് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം. മധ്യവയസ്കരായ ദമ്പതികൾ, ചെറുപ്പക്കാരായ ദമ്പതികൾ, 2 കുഞ്ഞുങ്ങളുള്ള ആളുകൾ, ഇവരെല്ലാം ഈ ഒരു പ്രശ്നവും ഒന്നുകിൽ ഭർത്താവായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും വിളിക്കുക. പരസ്പരം ഉഭയസമ്മതപ്രകാരം ഒന്നിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആ ബന്ധത്തിൽ കുഞ്ഞുങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഏതാനും പോരായ്മകൾ ഇവർ കണ്ടെത്തുകയാണ്. റൊമാൻറ്റിക് അല്ല, എക്സ്പെക്റ്റ് ചെയ്ത പോലെ പോകുന്നില്ല, ടാലൻസ് ഒക്കെ കുറവ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് ദാമ്പത്യേതര ബന്ധങ്ങളിലേക്ക് കടന്നു ചെന്നെത്തുന്ന ദമ്പതികൾ എന്ത് ചോദിച്ചാലും തിരിച്ചു പറയുന്നത്, ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യർക്ക് സന്തോഷവും സംതൃപ്തിയും പകരുന്ന ബന്ധങ്ങളെല്ലാം ആകാമെന്ന് ആണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പ്രായമായ വ്യക്തിയാണ്. ചെറുപ്പക്കാരോടും ഞാൻ സംസാരിക്കാറുണ്ട്. പല രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ ബാധിക്കപ്പെട്ട ഇണ പറയുന്നത്, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ, ജോലിയുടെ സംഘർഷത്തിൽ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും പരാധീനതകളിലും ശാരീരികമായിട്ടുള്ള ക്ഷീണത്തിലുമെല്ലാം ഐഡിയലായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചെറുപ്പക്കാരനായ യുവാവ് എന്നോട് ചോദിച്ചാണ്, മാഡം, എത്ര ലക്ഷം രൂപയുടെ ലോൺ എടുത്ത് ഒരു വീട് പണിയുടെ സ്ട്രെസ്സ് മുഴുവൻ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്ന ഇവൾക്ക് അതിൻ്റെ സ്ട്രെസ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, പകൽ മുഴുവൻ വീട്ടിൽ ഒറ്റയ്ക്കായി ഈ വീട്ടുജോലിയുമായിട്ട് മൊണോട്ടണസായിട്ട് വിരസത അനുഭവപ്പെടുന്ന ഭാര്യ ഭർത്താവ് വരാനും നോക്കിയിരിക്കും, ഒന്ന് വെളിയിൽ പോകാനും അല്പനേരം സന്തോഷത്തോടെ ഇരിക്കാനും. എന്നാൽ ഭർത്താവ് ജോലി സ്ഥലത്ത് നിന്ന് പല പ്രാവശ്യം വീട് പണി നടക്കുന്ന സ്ഥലത്ത് പോയി തിരിച്ചു വന്ന് വളരെ ക്ഷീണിതനായി വീട്ടിൽ വരുമ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള ശാരീരികവും മാനസികമായിട്ടുള്ളൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ തിരിച്ചു ചോദിച്ചു, ഹൈക്കോടതിയാണോ നമ്മുടെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്? വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ, മറ്റു പല ഘടകങ്ങൾ, ഇതിനെല്ലാം ആശ്രയിച്ചല്ലേ നമ്മൾ മലയാളികൾ ഒരു കൾച്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏറെ വേദന തോന്നി. ഒരു ഭർത്താവ് പറയുകയാണ്, ഈ ഭാര്യയുടെ അവിഹിത ബന്ധമെങ്ങാനും വെളിയിലറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല, കാരണം അത്രയേറെ നാണക്കേടിലോട്ട് ഞാൻ പോകും. ഇത്ര നല്ല ഒരു ഫേമിൻ്റെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. സമൂഹത്തിൽ നിലയും വിലയുമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോലിയിലും ബിസിനസ്സിലും പോലും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് സംസാരിക്കാനുള്ളത് ദമ്പതിമാരോടാണ്. പല പോരായ്മകളും ന്യൂനതകളും ഒക്കെ ഉണ്ടാകാം. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ നമ്മുടെ ഇണയും തുണയുമായിട്ട് വരുന്ന ആൾ. എങ്കിലും അദ്ദേഹത്തിൽ അല്ലെങ്കിൽ ആ ഭാര്യയിൽ ഒരു നന്മയില്ലേ എന്ന് ചിന്തിക്കുക. നിങ്ങൾക്കായി ആ ഒരു വീട് കൊണ്ടുപോകുന്ന ഒരു ഭാര്യ ചോദിച്ചത്, ഞാൻ ഇത്രയും നാളും എൻ്റെ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കിയിട്ടും അദ്ദേഹം എന്നിലൊരു തൃപ്തി കണ്ടെത്തുന്നില്ല, ഞാൻ ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ലാതാകുന്നു, ഒരു പരിഗണന പോലും എനിക്ക് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്തിനായിരുന്നു ഇത്രയും നാളും എൻ്റെ കരിയർ നഷ്ടപ്പെടുത്തിയത്?
എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത് എന്ന ചിന്തയാണ് ഉള്ളത് എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിത സായാഹ്നത്തിലോട്ടടുക്കുമ്പോൾ ബാക്കിയുള്ള ബന്ധങ്ങളെല്ലാം ഏകദേശം ഇല്ലാതാകും. ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും മാത്രമേ ശാരീരികമായും മാനസികമായിട്ടൊക്കെ തളർച്ചകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കുമ്പോൾ കൂടെ ഉണ്ടാകൂ എന്ന കാര്യം നമ്മുടെ ഓർമ്മയിൽ വേണം. സാമ്പത്തികമെല്ലാമല്ല, പൈസ ഉണ്ടെങ്കിലെല്ലാം നമ്മൾ നേടുകയില്ല എന്നും കൂടെ ചിന്തിക്കണം. ഈ ഒരു കരാറ്, ഉടമ്പടി ഒപ്പുവെച്ച് അതിലേക്ക് കയറുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചകൾ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതല്ലേ? സ്വന്തമായി കരുതുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മറ്റൊരാളുമായി ബന്ധത്തിലാകുന്നു എന്ന് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വ്യഥ കൂടെ നാം ഒന്ന് കണക്കിലെടുക്കേണ്ടതല്ലേ? ഇത് ഒരു ടോപ്പിക്കായിട്ട് പറയണം എന്ന് ഈ പല സംഭവങ്ങൾ ഒന്നിച്ച് ചിന്തിക്കാനിടയായപ്പോഴാണ് മനസ്സിലായത്. ചിന്തിക്കൂ, ജീവിതത്തെപ്പറ്റി അല്പം കൂടെ ഗൗരവമായി എടുത്തില്ലെങ്കിൽ പളുങ്കുപാത്രം പോലെയുള്ള ജീവിതം പൊട്ടിത്തകരുമ്പോൾ അതിൽ ബാധിക്കപ്പെടുന്നത് ആരെല്ലാമായിരിക്കും എന്നുകൂടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ചിന്തയിലേക്ക് അല്പം കൂടെ ആഴത്തിൽ കടക്കാൻ സഹായിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതുപോലെയുള്ള ടോപ്പിക്കുകളും ഒക്കെ ഒന്ന് രേഖപ്പെടുത്താനും ശ്രമിക്കുമല്ലോ. നന്ദി.